പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. അവര് പരസ്പരം ഒരുപാട് പ്രണയിച്ചവരാണ്. ആ പ്രണയം കാരണം ഒരുപാട് വേദനിച്ചവരുമാണ്. ആ പ്രണയം തന്നെ അവർക്ക് മരുന്നാകുമെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? രാജു ചോദിച്ചു. സ്ത്രീക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മീര സമ്മതിക്കില്ല, ഉറപ്പാണ്. അരുണിമ പറഞ്ഞു. അതറിയാടോ, ആദ്യം വിഷനോട് ഇതേപറ്റി ഒന്ന് സംസാരിക്കണം, പിന്നെ മഹിയെ കാര്യങ്ങൾ ധരിപ്പിക്കണം. അവളുടെ ജീവിതത്തിൽ ഇനി എന്ത് നടന്നാലും അത് അവളുടെ അച്ഛൻ്റെ സമ്മതത്തോടെ ആയിരിക്കണം, അതിന് സ്ത്രീ ആയാലും മറ്റാരായാലും എന്നും പറഞ്ഞ് രാജ ചിന്തയിലാണ്ടു. സ്ത്രീ അയാൾക്ക് ആദ്യമേ നല്ല കാര്യമാണ്. പ്രണയം തലക്ക് പിടിച്ച് കണ്ണു കാണാതായി പോയതെന്ന് ഒഴിച്ചാൽ അവൻ നല്ലവനാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാൻ രാജന് ആഗ്രഹം തോന്നിയത്. സ്ത്രീ ഇതുവരെ വന്നില്ലല്ലോ മോളെ. മുറിയിൽ ഫോണും പിടിച്ചിരിക്കുന്നവളെ കണ്ട് നരേന്ദ്രൻ തിരക്കി. ഇല്ലച്ചാ, വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫും. കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്യുക. അവൾ മുഖം വീർപ്പിച്ചു. ഇങ്ങനെ മുൻപ് പോവാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ ഇങ്ങനെ. ഇപ്പൊ തന്നിഷ്ടം കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങും വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അവൾ പല്ല് കടിച്ചു. ദേ, നീ അവനോട് ഉടക്കാനൊന്നും പോവേണ്ട. മാക്സിമം സ്നേഹിച്ച് നിർത്താൻ നോക്ക്. ചുറ്റു ശത്രുക്കളാണ്, അത് മറക്കണ്ട. അയാൾ മകളെ ഉപദേശിച്ചു. എന്നാൽ നീള അതിനൊന്ന് മൂളി തുടരെ ആ സ്വിച്ച് ഓഫായ ഫോണിലേക്ക് ഡയൽ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യമായാണ് ഇത്രയും നേരം പിരിഞ്ഞിരിക്കുന്നത്. എവിടെ പോയാലും തന്നെയും കൂട്ടിയാണ് പോകാറ്. അതവൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടിയാണ് സ്വന്തമാക്കിയതെങ്കിലും ഇന്നവൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ സാമീപ്യം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന ഘട്ടത്തിലേക്ക് അവൾ എത്തിയിട്ടുണ്ട്. നിളക്ക് ആകെ ഒരു വീർപ്പുമുട്ടൽ തോന്നി. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഒരു വിവരമില്ല. പിന്നെ മടിച്ചാണെങ്കിലും ലക്ഷ്മി ഒക്കെ കോൾ ചെയ്ത് നോക്കി. ആദ്യം വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്തില്ല. അതോടെ അവളുടെ മുഖം വീർത്തു. എന്നിട്ടും വാശിയോടെ വീണ്ടും ഡയൽ ചെയ്തു. ഹലോ. അറ്റൻഡ് ചെയ്തതും അവൾ എല്ലാ അരിശവും മഹാലോയിൽ തീർത്തു. എന്ത് വേണം? പതിവിലും വിപരീതമായ ആ ശബ്ദത്തിൽ ഒട്ടും മയണ്ടായിരുന്നില്ല എന്നത് അവൾ ശ്രദ്ധിച്ചു. ശ്രീ എവിടെ? ഒത്തിരി നേരമായാലും പോയിട്ട്? അവൾ ഇഷ്ടക്കേടോട് ചോദിച്ചു. അവൻ വേറെ എങ്ങോല്ലല്ലോ, അവൻ അമ്മയുടെ അടുത്തേക്കല്ലേ വന്നത്. അത് ചോദിക്കുമ്പോൾ ആ ശബ്ദത്തിൽ എന്ത് ഭാവമാണ് ആർക്കും അപ്പോഴൊന്നും അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും ആ മറുപടി അവളെ ചോദിപ്പിച്ചു. സ്ത്രീ എപ്പോഴും തന്നെ ചുറ്റിപ്പറ്റി തന്നിൽ അടിമപ്പെട്ട് ജീവിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അമ്മയോട് പോലും ഒരു പരിധിയിൽ കൂടുതൽ അവൻ അടുക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. സ്ത്രീയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്ന് ഫോൺ കൊടുക്ക്, എനിക്ക് സംസാരിക്കണം, അവൾ പറഞ്ഞു. ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, എടുത്തടിച്ചതുപോലെ അവർ പറഞ്ഞു. അതെന്താ പറ്റാത്തേ? എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ അമ്മായിയമ്മയുടെ അനുമതി വേണോ ഇനി? അവളും ഒട്ടും മയമില്ലാതെ തന്നെയാണ് പറഞ്ഞത്. ഫോൺ കൊടുക്കുന്നുണ്ടോ? അവൾ ഒച്ചയെടുത്തു. ഒച്ചയെടുക്കണ്ട, അവൻ ഉറങ്ങി, അവർ നീരസത്തോടെ പറഞ്ഞു. ഉറങ്ങിയേ? അവൾ സംശയിച്ചു പോയി. താൻ അടുത്തില്ലാതെ തന്നോട് സംസാരിക്കാതെ ഉറക്കം വരില്ലായിരുന്നവന് അവൾ മനസ്സിലോർത്തു. സാരല്ല, വിളിച്ചു കൊടുത്തി ഫോൺ കൊടുക്ക്, ഒരാദ്യം പോലും അവൾ പറഞ്ഞു. നീ ഒന്ന് പോയേ കൊച്ചേ, ഉറങ്ങുമ്പോഴേലും അവന് ഇച്ചിരി സമാധാനം കൊടുക്ക്, ഓരോന്ന് വന്നോളും. അതും പറഞ്ഞ് ഇഷ്ടക്കേടോടെ അവർ ഫോണ് വെച്ച് പോയി. തലക്കടി കിട്ടിയ ഭാവത്തിൽ നില കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് പോയി. ഇത്രയും രോക്ഷത്തോടെ ഇതിനു മുമ്പ് ലക്ഷ്മിയമ്മ സംസാരിച്ചിട്ടില്ല. സ്ത്രീയുടെ പെരുമാറ്റവും വിചിത്രമായെന്ന് തോന്നുന്നു. ഓർത്തിട്ടൊരു സമാധാനമില്ല. സ്ത്രീയുടെ ചെയ്തികളും അമ്മയുടെ സംസാരവും അവളെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരുന്നു. നാളെ രണ്ടുപേർക്കും ഇതിനുള്ളത് കണക്കിന് കൊടുക്കാണെന്ന ചിന്തയിൽ അവൾ ബെഡിലേക്ക് കിടന്നു. അപ്പോഴും പ്രശ്നം രൂക്ഷമാണെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ രാജ്യം കുടുംബം എൻഗേജ്മെന്റ് റിംഗ് എടുക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. മീരയില്ലെന്ന് പറഞ്ഞതോടെ മേലെ കൃതിയും ഒഴിവായി. അരുണിമ നിർബന്ധിക്കാൻ പോയെങ്കിലും രാജ് അവരെ തടഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. വിഷനും ഫാമിലിയും അവരെയും കാത്ത് ജ്വല്ലറിയിലുണ്ടാവും. കപ്പിൾ റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും കൂടിയാണ് പോക്ക്. പിന്നെ ദിയക്ക് കൊടുക്കാൻ കുറച്ച് ഓർണമെന്റ്സും വാങ്ങണമെന്ന് അരുണിമയ്ക്കൊരാഗ്രഹം. രാജന് ഓരോ തിരക്കുകളാവും മുന്നേ ഇന്ന് തന്നെ എടുത്തു കളയാന്ന് കരുതി പിടിച്ച പിടിയാലുള്ള പോക്കാണ്. അവര് പോയതും കൃതി ഡോർ ലോക്ക് ചെയ്ത് അകത്തേക്ക് ചെന്നു. മീര ഹാളിലിരിപ്പുണ്ട്. അത് കണ്ടവൾ കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്ന് അമ്മ ഉണ്ടാക്കി വെച്ച് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അതുമായി ഹാളിലേക്ക് നടന്നു. മീര എന്തോ ആലോചനയിലാണ്. കൃതി മുന്നിൽ ചെന്ന് നിന്ന് ജ്യൂസ് അവൾക്ക് നീട്ടി. അത് കണ്ടവൾ കണ്ണുകൾ ഉയർത്തി കൃതിയെ നോക്കി. കുടിക്ക്, കൃതി പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ടടി. അത് കേട്ട് കൃതി അവളുടെ കയ്യിലേക്ക് ജ്യൂസ് വെച്ച് കൊടുത്തു. എന്ത് തന്നാലും വേണ്ട എന്നുള്ള ഈ പറച്ചിൽ ആദ്യം നിർത്ത്. ബ്ലഡൊക്കെ ഒരുപാട് പോയതല്ലേ, പിന്നെ ഈ മുറിവും ക്ഷീണം കാണും, കുടിക്കടി തർക്കിക്കാതെ. അത്രയും പറഞ്ഞപ്പോൾ മീര ഒന്നും മിണ്ടാൻ പോയില്ല. കൃതി സോഫയിൽ കിടന്ന ന്യൂസ് പേപ്പർ എടുത്ത് കണ്ണുകൾ അതിലേക്ക് വായിച്ചു. കൃതി കാര്യമായി വാർത്ത വായിച്ചിരിക്കുമ്പോഴാണ് മീരയുടെ വിളി.
അവൾ പേപ്പറിൽ കണ്ണുനട്ടൊന്ന് മൂളി. എടി, അവൾ വീണ്ടും വിളിച്ചു. എന്താടി പറയേ? പേപ്പറിന്റെ പേജ് മറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ജോലിയുടെ കാര്യം. അവൾ പാതിയിൽ നിർത്തി. ആലോചിക്കാം. പേപ്പറിൽ നിന്ന് കണ്ണു മാറ്റാതെ അവൾ അലസമായി പറഞ്ഞു. കൃതി പ്ലീസ്, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലത് വലുതും ഒത്തു വരുമ്പോൾ നോക്കാം. ആദ്യം ഈ തലപ്പാവൊക്കെ നേടുത്ത് മാറ്റട്ടെ, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അവളൊരൽപ്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് കിട്ടിയ എൻ്റെ ടെൻഷൻ അത്രയും കുറയും, മീര പറഞ്ഞു. അതിന് മറുപടിയായി കൃതി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. അത് കുടിക്കാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അവൾ ന്യൂസ് പേപ്പർ മടക്കി വെച്ചപ്പോൾ മീര ജ്യൂസ് ഗ്ലാസ് പതിയെ ചുണ്ടോട് ചേർത്തു. കൃതിക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ. തൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നു നിൽക്കാനും ഇവിടുന്ന് കഴിക്കാനും ഒക്കെ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ താനാണെങ്കിലും ഈ അവസ്ഥയിൽ സ്വന്തമായൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷെ എന്തോ വിടാൻ തോന്നുന്നില്ല. മുന്നിലിരിക്കുന്നവൾ ചെയ്തു തന്ന സഹായങ്ങൾക്ക് കണക്കില്ല. ഒരു കാലത്ത് എന്നെ ശ്രദ്ധിക്കുക എന്നതായിരുന്നു അവൾക്ക് പണി. അമ്മ ഏൽപ്പിച്ച ദൗത്യം യാതൊരു മുഷ്ടിലും ഇല്ലാതെയാണ് അവൾ ചെയ്തത്. അതുകൊണ്ടാണ് വല്ലാതെ അവളോട് അടുത്ത് പോയതും അവളുടെ ദുഃഖത്തിൽ തനിക്ക് വേദനിക്കുന്നതും. മീരയല്ലാതെ സുഹൃത്തുക്കളായി മറ്റാരുമില്ല. മറ്റുള്ളവരുമായി ഒരു സൗഹൃദം സൃഷ്ടിക്കാനുള്ള ഒരു കഴിവും അവൾക്ക് ഇല്ലാതെ പോയി. മീര തന്നിലേക്ക് ഇടിച്ചു കയറി വന്ന സൗഹൃദമാണ്. ആ സൗഹൃദത്തോട് അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടവും ഉണ്ടായിരുന്നു. മീരയുടെ മുഖത്തേക്ക് നോക്കി ഓരോന്ന് ആലോചിക്കുമ്പോൾ കൃതിയുടെ ചുണ്ടുകൾ വിടർന്നു. അവൾ മെല്ലെ മീരയുടെ കവിളിൽ കൈവച്ചു. മീര എന്താന്ന മട്ടിൽ അവളെ നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് ചുമല് കൂച്ചിക്കാട്ടി. എന്നിട്ട് അവൾ ജ്യൂസ് ഗ്ലാസ് വാങ്ങി കിച്ചണിലേക്ക് നടന്നു. പിന്നാലെ മീരയും. വിശ്വനും ഭാര്യയും മക്കളും വരലക്ഷ്മിയും കൂടിയാണ് റിങ് എടുക്കാൻ വന്നത്. അവർക്ക് മറ്റെന്തൊക്കെയോ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. വരലക്ഷ്മി ഉണ്ടായിരുന്നത് കൊണ്ട് മാഹി മനപ്പുറം ഒഴിവായി. സ്ത്രീജനങ്ങളെ സെലക്ട് ചെയ്യാൻ വിട്ട് രാജും വിശ്വനും ധ്രുവനും പുറത്തേക്ക് നിന്നു. എന്താ സംസാരിക്കാനെന്ന് പറഞ്ഞത്? വിശ്വൻ ചോദിച്ചു. ഇന്നലെ നിങ്ങൾ പോയതിന് പിറകെ ശ്രീരാജ് വീട്ടിലേക്ക് വന്നിരുന്നു, രാജ് പറഞ്ഞു. അത് വിശ്വനും മകനും അത്ര രസിച്ചില്ല. വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് അവർ നിന്നത്. എന്തോ സംശയം തോന്നിയാണ് വന്നത്. ഞാനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു, വീഡിയോ കാണിച്ചു, എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. ഒരുപാട് കരഞ്ഞു മീരയെ ഓർത്ത്. മീരയെ കാണുന്ന കുറേ വാശി പിടിച്ചു. രാജൊന്ന് നിർത്തി. എന്നിട്ട് അവന് കാണിച്ചു കൊടുത്തോ താൻ? വിശ്വന് ഇഷ്ടക്കേടോടെ ചോദിച്ചു. ധ്രുവന്റെ മുഖത്തും അതേ ഭാവമാണ്. ഇല്ല, മീര ഇപ്പം അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. പക്ഷേ അവൻ പോയത് മുതൽ മനസ്സിനെന്തോ പോലെ. മീര ശ്രീയുടെ കാര്യത്തിൽ മാറി ചിന്തിച്ചെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നു. രാജ രണ്ടുപേരെയും മാറി മാറി നോക്കി. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? ധ്രുവനാണ് ചോദിച്ചത്. വേറെ ഒന്നുമല്ല ധ്രുവ്, രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരാണ് വർഷങ്ങളോളം. സ്ത്രീക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയെങ്കിലും അവൻ്റെ സ്നേഹം സത്യമല്ലേ. വിവാഹം കൊണ്ട് രണ്ടുപേരും വേദനിച്ചവരാണ്. ആ വേദനയിൽ പരസ്പരം താങ്ങാവാൻ അവർക്ക് കഴിയുമെങ്കിലോ? ഉള്ളിൻ്റെ ഉള്ളിൽ ആ പഴയ ഇഷ്ടം മീരക്കുണ്ടാവില്ലേ ഒരിത്തിരിയെങ്കിലും? രണ്ടുപേരും ഒരുമിച്ചുള്ള ജീവിതം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. അവർക്ക് വീണ്ടും ഒന്നിക്കാനാവുമോ വിധി അവരെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിയത് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നു. രാജ് പറഞ്ഞു നിർത്തി. അത് വേണ്ട രാജ്, വിശ്വൻ ഉടനടി മറുപടി കൊടുത്തു. പഴയതൊന്നും ഇനി പൊടി തട്ടി എടുക്കണ്ട. എൻ്റെ മഹിയുടെ മോളുടെ നിഴൽ പടന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും അവനില്ല. ഒരു വിവാഹബന്ധം തകർന്നുവെന്ന് കരുതി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഗതികേട് ഒരിക്കലും അവൾക്ക് ഉണ്ടാവില്ല. അവൾ മഹാദേവന്റെ മോളാണ്. ഇന്നലെ കണ്ട പുത്തന്റെ പേരിൽ അഹങ്കരിക്കുന്നവനൊന്നും കൊടുക്കാനുള്ളതല്ല അവളെ. അവനേക്കാൾ യോഗ്യനായ പയ്യന്മാരെ അവൾക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി ഒരു വ്യക്തിത്വം ഇല്ലാത്തവന്റെ തലയിൽ അവളെ കെട്ടിവെക്കാൻ ഞാനൊരിക്കലും കൂട്ടുനിൽക്കില്ല, വിഷൻ ശോഭത്തോടെ പറഞ്ഞു. ധ്രുവനും അതേ ഭാവത്തിലാണ്. രാജനാകെ ഒരു വല്ലായ്മ തോന്നി. രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരല്ലേ. ചില തെറ്റിദ്ധാരണകൾ കാരണം വേർപിരിയേണ്ടി വന്നവർ. അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക എന്നത് നല്ല ഉദ്ദേശത്തോടെയാണ് ആഗ്രഹിച്ചത്. ഇനിയൊരു അവസരം ലഭിച്ചാൽ ശ്രീ മീരയെ പൊന്നുപോലെ നോക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ മനസ്സിനേറ്റ മുറിവുകൾക്ക് മരുന്നാവാൻ സ്ത്രീക്ക് കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. ഇപ്പോഴും വിശ്വസിക്കുന്നു. തൻ്റെ മുന്നിൽ വന്നിരുന്ന് വിതുമ്പിക്കരഞ്ഞവനോട് ആ മനസ്സിൽ അലിവ് തോന്നിയിരുന്നു. വിഷ്ണു അത്രയൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞതും തെറ്റായിപ്പോയെന്ന് രാജനൊട്ടും തോന്നിയതുമില്ല. താനൊന്ന് സമാധാനിക്ക് വിശ്വ, എന്നിട്ടൊന്ന് ഇരുന്ന് ആലോചിക്ക്. അവരെ രണ്ടുപേരെയും അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. മീരയെ ശ്രീയെ ഏൽപ്പിച്ച അവനവളെ കൈവളിയിൽ വെച്ച് നോക്കും. അതിപ്പോൾ എനിക്ക് ഉറപ്പാ. അവർക്ക് കുറച്ച് ടൈം കൊടുത്ത് നോക്കാം. ശ്രീക്ക് മീരയെ കൺവിൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ബാക്കി ആലോചിക്കാം. അതുപോലെ രാജ് പറഞ്ഞു. രണ്ടുപേർക്കും താല്പര്യമൊന്നും തോന്നിയില്ല.
തിരിച്ചൊന്നും പറയാനോ അതിന് മറുപടി കൊടുക്കാനോ അവർ നിന്നില്ല. ഒരു മുസ്സിൽ വേണ്ടെന്ന് കരുതിയിട്ടാണ്. അല്ല, മാഹിയോട് പറയുന്ന കാര്യം എന്തായി? രാജ് ചോദിച്ചു. ഒരവസരം കിട്ടുന്നില്ലടോ, പറയണം. വിശ്വം പറഞ്ഞു. വരലക്ഷ്മി? രാജ് സംശയത്തോടെ തിരുക്കി. അറിയില്ല എങ്ങനെ പ്രതികരിക്കുമെന്ന്. ഉദ്ദേശിച്ചതൊക്കെ നടത്തിയിട്ടേ ഉള്ളൂ. മീരയ്ക്കെതിരെ അവളുടെ മനസ്സിലൊന്നും തോന്നരുതെന്ന എൻ്റെ പ്രാർത്ഥന. വിഷൻ നിരാശയോടെ പറഞ്ഞു. രാജ ഒന്നും മിണ്ടിയില്ല. അല്ല, മീരമോളുടെ അവസ്ഥ എന്താ? വിഷയം മാറ്റിക്കൊണ്ട് വിഷൻ ചോദിച്ചു. വീട്ടിലുണ്ട്, ആകെ ഡൗണായിട്ടുണ്ട്. ഒരു ജോലി വേണമെന്ന് ഒരേ വാശിയിലാണ്. അത് കിട്ടാതെ സമാധാനം ഉണ്ടാവില്ലെന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് അവളുടെ അവസ്ഥ. രാജു പറഞ്ഞു. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആരായാലും ഒരു വരുമാനമാർഗത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ധ്രുവൻ പറഞ്ഞു. അറിയാം ധ്രുവൻ, പക്ഷെ ഇപ്പം അവളുടെ ബോഡി വീക്കാണ്. മെൻ്റലി ഹെൽത്ത് ഓക്കെ അല്ല. ഇപ്പോൾ ഒരു ജോലിയുടെ പ്രഷർ കൂടി താങ്ങില്ല. ആ മുറിവൊക്കെ ഒന്ന് കരിയട്ടെ. ഏതെങ്കിലും വിധത്തിൽ ജോലി ശരിയാക്കി കൊടുക്കണം. രാജ ആ പറഞ്ഞതിനോട് വിഷന് യോജിപ്പില്ല. മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരാളുടെ കീഴിൽ അവൾ ജോലി ചെയ്യുന്നതിൽ വിഷന് ബുദ്ധിമുട്ട് തോന്നി. അങ്കിൾ, അങ്ങനെയെങ്കിലും മീരയ്ക്ക് ഞാൻ ജോലി കൊടുക്കാം, ഞങ്ങളുടെ കമ്പനിയിൽ. ധ്രുവൻ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു. വിഷൻ അവനെ നോക്കി. വല്ലവരുടെയും കീഴിൽ വർക്ക് ചെയ്യുന്നതിൽ നല്ലതല്ലേ സ്വന്തം അച്ഛൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? വിഷന്റെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. അത് ശരിയാ, അതാവുമ്പോൾ അച്ഛനും മക്കൾക്കും പരസ്പരം കാണുകയും അടുക്കുകയൊക്കെ ചെയ്യാലോ. രാജ സപ്പോർട്ട് ചെയ്തു. വിഷനും അത് നല്ലതായി തോന്നി. എങ്കിലും മീരയെ കേവലം ഒരു ജോലിക്കാരിയായി കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കൊരു കുഞ്ഞു പ്രയാസം തോന്നി. ഒരുപക്ഷെ മാഹിക്ക് മുന്നിൽ മീരയെ എത്തിക്കാനുള്ള ഈശ്വരൻ്റെ തീരുമാനമാകും ഇതെന്ന് വിഷൻ ചിന്തിച്ചു. അപ്പോഴേക്ക് സ്ത്രീജനങ്ങളുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞിരുന്നു. അവരകത്തേക്ക് ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ബില്ല് സെറ്റിൽ ചെയ്ത് അവിടുന്ന് ഇറങ്ങി. ഇരുകൂട്ടർക്കും അത്യാവശ്യം ഷോപ്പിംഗൊക്കെ ഉണ്ടായിരുന്നു. ഒരുമിച്ചാണ് പോയത്. എല്ലാവർക്കുമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത ശേഷം വരലക്ഷ്മി ഒരു സാരി മീരയ്ക്കായി സെലക്ട് ചെയ്തു. അത് മറ്റുള്ളവരെ വെട്ടിച്ച് മധുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ശേഷം രഹസ്യമായി അവിടെ കാതിലെന്തോ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അത് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അരുണിമയെ മാറ്റി നിർത്തി മധു ആ സാരി മീരയ്ക്ക് നൽകാനായി അവരെ ഏൽപ്പിച്ചു. അയ്യോ വേണ്ട മധു, മീരയ്ക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അരുണിമ സ്നേഹത്തോടെ നിരസിച്ചു. സാരല്ല ചേച്ചി, ഇതെൻ്റെ ഒരു സന്തോഷത്തിന്. എൻഗേജ്മെൻറ്റിന് ഇടാൻ മീരയ്ക്ക് ഇത് തന്നെ കൊടുത്താൽ മതി. മധു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ അരുണിമ എതിർക്കാൻ നിന്നില്ല. പുഞ്ചിരിയോടെ അത് കൈപ്പറ്റി. അതേ നിറത്തിലുള്ളൊരു സാരി തന്നെ വരലക്ഷ്മിയും എടുത്തു. അതിനോട് ചേരുന്നൊരു ഷർട്ട് മഹിക്ക് വേണ്ടിയും സെലക്ട് ചെയ്തിരുന്നു. കിട്ടിയ പാടെ അതും മധുവിനെ ഏൽപ്പിച്ചു. അച്ഛൻ്റെയും മക്കളുടെയും ഇടയിൽ തൻ്റെ ഇടനിലക്കാരി മധുവാണെന്ന് പുഞ്ചിരിയോടെ വരലക്ഷ്മി ഓർത്തു. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് അവർ മടങ്ങുമ്പോൾ വരലക്ഷ്മിയുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചുണ്ടായിരുന്നപ്പോൾ. ശ്രീകുട്ടാ, എന്ത് കിടപ്പായത്? എണീറ്റ് പോയി പാല് തേച്ച് ഫ്രഷായി വന്നേ. എണീക്ക്, ഇന്ന് ക്ലീനിങ്ങിന് എന്നെ സഹായിക്കാൻ നേരതാ. എണീക്കടാ. ചുരുണ്ടുകൂടി കിടക്കുന്നവൻ ലക്ഷ്മിയമ്മ പിടിച്ചെണീപ്പിച്ചു. ഇന്നലെ രാത്രി ഓരോന്നോർത്ത് സങ്കടപ്പെട്ട് ഉറക്കം വന്നില്ല അവന്. വെളുപ്പിനാണൊന്നും മയങ്ങാൻ പറ്റിയത്. വൈകി കിട്ടിയ ഉറക്കത്തിൻ്റെ സുഖത്തിൽ കുറച്ച് നേരം ഉറങ്ങിപ്പോയി അവൻ. നീ പോയി ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ എണീറ്റ് നടന്നു. വീണ്ടും കിടന്ന് ഉറങ്ങിയേക്കല്ലേ, ഇന്നെന്നെ സഹായിക്കാന്ന് പറഞ്ഞതാ. പുറത്തേക്ക് പോകുന്നതിനിടയിൽ ലക്ഷ്മിയമ്മ അവനെ ഓർമ്മിപ്പിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. മുഖമൊന്ന് അമർത്തി തുടച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിടുന്ന വിവാഹ ഫോട്ടോ കണ്ണിലൊടുക്കിയത്. അത് കണ്ടപ്പോൾ സ്മൃതി മണ്ഡലത്തിൽ പലതും ഓടിയെത്തി. മുഖത്ത് ദേഷ്യം വിരിച്ചു കയറി. പാഞ്ഞു ചെന്ന് ആ ഫോട്ടോ ഫ്രെയിം എടുത്ത് വീശി എറിഞ്ഞു. ചില്ല് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിച്ചിതറി. എന്നിട്ട് കലിയടങ്ങാതെ അവൻ നിന്ന് വിറച്ചു. വെറുതെ വിളിലടി. അവൻ രോക്ഷമടക്കാൻ കഴിയാതെ മുരണ്ടു. ഇതേ സമയം സ്ത്രീയെ ഓർത്ത് ദേഷ്യത്തിലായിരുന്നു നില. വരുമ്പോൾ അവനെ നിർത്തിപ്പൊരിക്കാമെന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നപ്പോൾ